Hi dears, welcome back to Xylem Learn. It's me, ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററും കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 A+ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ ഈ ഒറ്റ 6 ചോദ്യങ്ങളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ ഞാൻ വീട്ടിലേക്ക് എടുക്കാൻ, എൻ്റെ പേര് അറിയാത്ത ആളുകൾക്ക് എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്. സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. എല്ലാ SSC ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഈ ഒറ്റ ചോദ്യം പഠിച്ചാൽ ചാപ്റ്ററിൻ്റെ ഒരു 80% അല്ലെങ്കിൽ 70% ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒറ്റ ടോപ്പിക്ക് ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും ഇനി നിങ്ങൾ ചെയ്യണം. ഈ രീതിയിൽ എന്തായാലും 100% ഉറപ്പിച്ച് വെച്ചോ ചോദ്യം ഉണ്ടാവും. ശ്രദ്ധിച്ചോ. 5, 9, 13 എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ആദ്യത്തെ ചോദ്യം ഇതിന്റെ പൊതു വ്യത്യാസം എത്ര അഥവാ കോമൺ ഡിഫറൻസ് എത്ര? ഒരു മാർക്കിന്റെ നാളത്തെ ചോദ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഒരു പണിയില്ല, 2 ടേംസ് അറിയാമെങ്കിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ കിട്ടുന്നതാണ് അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഈസിയാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മക്കളെ, രണ്ടാമത്തെ ചോദ്യം എന്താ? ഇതിന്റെ 11ാമത്തെ പദം എത്ര? വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം? മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ കോൺസെപ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് ഏത് ടേം കാണാൻ പറഞ്ഞാലും 11, 10, 9 നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. 11ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1ാമത്തെ ടേം തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി ഏത് ടേം ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കറിയാം 1നോട് 10 തവണ ഡി കൂട്ടുമ്പോഴാണ് 11ലേക്ക് എത്തുന്നത്. 1 + 10D. അതേ സമയത്ത് നിങ്ങൾ 3ാമത്തെ ടേമാണ് എടുക്കുന്നതെങ്കിൽ 3നോട് 8D കൂട്ടിയാൽ മതി. അപ്പോൾ ഏത് ടേമാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് വരുന്നത്. സോ x11 = x1 + 10 ടൈംസ് D ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. പ്ലസ് 10 ടൈംസ് D എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 10 × 4 40, 40 + 5 45. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. എത്ര അറിയാമെന്ന് വിചാരിച്ചാലും ഈ ചോദ്യം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. അടുത്തൊരു ചോദ്യം, കാരണം ഈ കാണുന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് മിനിമം ഒരു 3-4 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 20th ടേം ആൻഡ് 35th ടേം? മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ കണ്ടൊരു ഐഡിയ ഉണ്ട് അല്ലേ? 11 കിട്ടാൻ വേണ്ടി 1നോട് 10D കൂട്ടി. 1നോട് 10D കൂട്ടി. ഈ സെയിം മോഡൽ നമുക്ക് ഇവിടുന്ന് ചോദ്യം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 35ാം പദവും 20ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര? 35ാം പദവും 20ാം പദവും. അപ്പം ഇങ്ങനെ 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 35ൽ നിന്നും 20 കുറച്ചാൽ 15 ആണ്. സോ 15 തവണ D ആണ്. അതായത് x35 = x20 + 15D. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. നമ്മളിപ്പോൾ ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെ മറ്റു രീതിയിൽ താഴോട്ട് വന്നുള്ളൂ. സോ ഈ കാണുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു പണിയില്ല. 15 × D എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ആൻസർ ഈ 60 ആണ്. A+ ലെവലാണോ വെച്ചാൽ A+ ലെവലാണ്. Is the difference of any 2 terms of the sequence will be 100? മക്കളെ, ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും അത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആവുമോ, ഇനി അല്ലെങ്കിൽ 110 ആവോ, ഇനി അല്ലെങ്കിൽ ഏത് ടേം ചോദിച്ചാലും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യുക, ആ തന്നിരിക്കുന്ന നമ്പറിനെ D കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ യെസ് എന്നാണ് അർത്ഥം. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നോ എന്നാണ് അർത്ഥം. സോ 100നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ യെസ്, അത്രയുള്ള എൻ്റെ ആൻസർ. വാട്ട് ഈസ് ദ റീസൺ? ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് common difference. 100 is the multiple of common difference. Which term of the sequence is 125? ചിലപ്പോൾ ഇതേ ചോദ്യം എങ്ങനെ വരുമെന്ന് അറിയോ? 125 ഇതിലെ പദമാകുമോ എന്ന് ചോദിക്കാം. വിച്ച് ടേം എന്ന് ചോദിക്കാം. അതായത് എത്രാമത്തെ പദമാണെന്നും ചോദിക്കാം, പദമാകുമോ എന്ന് ചോദിക്കാം. രണ്ടിനും ഒരേ മോഡൽ ഉത്തരം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ ചെയ്യുക? പദം എത്രാമത്താന്ന് ചോദിക്കാൻ ഒരു പണിയില്ല മക്കളെ. ഇക്വേഷൻ ഇതാണ്. n കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ xn - x1/d + 1. ഇത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ 125 എത്രാമത്തെ പദം ചോദിച്ചത്. സോ 125 പദമാണ്. 125 - ആദ്യ പദം 5 ബൈ കോമൺ ഡിഫറൻസ് 4 + 1. 120/4 + 1. അതായത് 30 + 1 31. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് 31ാമത്തെ പദമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പോയാലുള്ള സമാന്തര ശ്രേണിയിൽ 31 പദങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഈ ഒറ്റ ചോദ്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 100 എന്ന് പറയുന്നത് ഇതിലെ ടേം ആണോ? 100 എന്ന് പറയുന്നത് ഇതിലെ ടേം ആണോ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 100 ആവുമെന്നാണ് ഈ ചോദ്യം. 100 ഇതിലെ പദമാണോ, ടേം ആണോ? അപ്പോൾ മക്കളെ, ടേം ആണോ ചെക്ക് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഏത് പദമാണോ നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അത് ആദ്യ പദത്തിൽ കുറയ്ക്കുക, അതിന് അവസാന പദമായിട്ട്, എന്നിട്ട് D കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ശിഷ്ടം 0 ആണെങ്കിൽ യെസ്, ശിഷ്ടം 0 അല്ലെങ്കിൽ നോ.
അപ്പോൾ 100 എന്ന് പറയുന്നത് ഈ കാണുന്ന സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് ചെക്ക് എന്ത് ചെയ്താൽ മതി, 100-ൽ നിന്നും നിങ്ങൾ എന്ത് കുറയ്ക്കുക, ആദ്യത്തെ പദം കുറയ്ക്കുക, എന്നിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 95/4 കിട്ടും. അതൊരിക്കലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 100 എന്തല്ല, പദമല്ല. ഐഡിയ ക്ലിയർ ആണോ? അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരൊറ്റ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ കാണുന്ന ടോപ്പിക് പെർഫെക്റ്റ് ആയിട്ട് ഈ ചാപ്റ്റർ തന്നെ അത്രയും ഡീപ്പായിട്ട് പഠിക്കും. ഇനി ഈ ചാപ്റ്റർ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടേം കണക്ഷൻസ് അഥവാ ബന്ധങ്ങൾ, പദങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. മക്കളെല്ലാവരും നോട്ട് ചെയ്തോ, ഈ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്, 100%. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഗ്യാരണ്ടി ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഒഴിവാക്കരുത്. The sum of 5th and 16th terms of an arithmetic sequence is 67. ഒരു സമാന്തര ശ്രേണിയുടെ 5ാമത്തെയും 16ാമത്തെയും പദങ്ങളുടെ തുക 67 ആണ്. നേരത്തെ നമ്മൾ ചെയ്തത് വ്യത്യാസമാണ്, 67 ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 20th ടേം? സമാന്തര ശ്രേണിയുടെ 1ാം പദത്തിൻ്റെയും 20ാം പദത്തിൻ്റെയും തുക എത്ര? അപ്പോൾ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ, ഞാനിവിടെ ആ കണക്ഷൻസുകളെല്ലാം ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ x30 മൈനസ് x20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 ടൈംസ് d കിട്ടും. x15 മൈനസ് x5 ചെയ്യുമ്പോൾ നമുക്ക് 10 ടൈംസ് d കിട്ടും. അപ്പോൾ 30 മൈനസ് 20 ടേമുകൾ തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ d ആണ്. ഡിൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും ഡിൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ എത്രയാണോ കിട്ടുന്നത് ഇത് തന്നെ. ഫോർ എക്സാമ്പിൾ x30 മൈനസ് x20 100 ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരവ് 100 ആണ്. അല്ല, ഇതേ രീതിയിൽ തന്നെ ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, 5ഉം 6 16 21 1ഉം 20 21, അങ്ങനെ 2ഉം 21 കിട്ടണമെങ്കിൽ ഇതും ഈക്വൽ ആണ്. പക്ഷേ ഇത് ഡിൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്ന് ഒരു നിർബന്ധമില്ല, ഡിൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഇതെന്തായാലും ഡിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. വ്യത്യാസം എപ്പോഴും ഡിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷേ കൂട്ടിയാൽ ഡിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നിർബന്ധമല്ല. പക്ഷേ കൂട്ടിയാൽ സെയിം കിട്ടുമെങ്കിൽ ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പദങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇനി ഇതേപോലെ അടുത്തത് x7 + x14 = എത്ര കിട്ടുക? അത് 67 ആയിരിക്കും. കാരണം 1ഉം 20ഉം കൂട്ടിയ 21, 7ഉം 4ഉം കൂട്ടിയ 17 ആണ്, 17 4 21. അപ്പോൾ ആ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 10th ടേം 32, 10ാമത്തെ പദം 32 ആണ്, 32 ആൻഡ് 11th ടേം എത്ര? മക്കളെ അത് ചോദിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? ചോദിക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ്. 10ഉം 11ഉം കൂട്ടിയ 21 കിട്ടും അല്ലേ? നമ്മൾ മുകളിലേക്കൊക്കെ കൂട്ടി 21. അപ്പോൾ 10ാമത്തെ പദത്തിനോട് 11ാമത്തെ പദം കൂട്ടിയാൽ 67 കിട്ടും. അപ്പോൾ 11ാമത്തെ പദത്തിൽ നിന്ന് കിട്ടും 67 മൈനസ് 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 35. പദം കിട്ടി. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കരുത്. ആൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ഈ കാണുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? ആദ്യത്തെ 20 പദങ്ങളുടെ തുക. മക്കളെ, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ ഒരു പണിയില്ല. ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. 20 പദങ്ങളുണ്ടെങ്കിൽ അവിടെ 10 ജോഡികൾ ഉണ്ടാവും. 10 ജോഡികൾ ഇൻറ്റു ഒരു ജോഡിയുടെ തുക. ഒരു ജോഡി എപ്പോഴും എടുക്കേണ്ട? ആദ്യ പദവും അവസാന പദവുമാണ്. ആദ്യ പദവും അവസാന പദമാണ് ജോഡിയായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ആദ്യ പദം, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാരണം ആദ്യ പദം 1, അവസാന പദം 20ാമത്തെ പദം. അപ്പോൾ x1 x20 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 67 ആണ്. സോ 10 × 67 ദാറ്റ് ഈസ് ഈക്വൽ ടു 670. മക്കളെ, ഇത് കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവുകളൊക്കെ ഒന്ന് പോയി കാണാവുന്നതാണ്. പരീക്ഷയ്ക്ക് ഇത് അത്രേ ഉള്ളൂ. 20 പദങ്ങളുണ്ടെങ്കിൽ 10 ജോഡി ഉണ്ടാവും, 30 പദങ്ങളുണ്ടെങ്കിൽ 15 ജോഡി ഉണ്ടാവും, 60 പദങ്ങളുണ്ടെങ്കിൽ 30 ജോഡി ഉണ്ടാവും. ജോഡികൾ വെച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റസംഖ്യ ആണെങ്കിലുള്ള മെത്തേഡ് ഞാൻ വേറെയും പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വെച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോളൂ, അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചോ. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. ഒരു സമാന്തര ശ്രേണിയുടെ 1ാമത്തെയും 21st ടേമും തമ്മിൽ കൂട്ടിയാൽ 140 കിട്ടും. എന്നിട്ട് നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ? ഇതിൻ്റെ 11ാം പദം എത്ര? അപ്പം 1ഉം 21 കൂട്ടിയ 22. അപ്പോൾ 11നോട് ഏത് കൂട്ടുമ്പോഴാണ് 22 കിട്ടുക? 11 തന്നെ കൂട്ടണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, 2 11 140 ആണെങ്കിൽ ഒരു 11 എത്ര ആയിക്കടാ? ഒരു 11 അതിൻ്റെ നേരെ പകുതി ആയിരിക്കും. 140ൻ്റെ പകുതി 70. കോൺസെപ്റ്റ് ഉണ്ടല്ലേ? സെയിം കോൺസെപ്റ്റ്. ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ സാധനം, ഈ ഒരു ഐഡിയ, ടേം കണക്ഷൻസ്. അത് ഫസ്റ്റ് ടേം 10 ആണെങ്കിൽ സീക്വൻസ് ചെയ്താൽ, ഫസ്റ്റ് ടേം 10 ആണെങ്കിൽ നമുക്ക് ഇന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഫസ്റ്റ് ടേം 10 ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഫസ്റ്റ് ടേം 10 ആണെങ്കിൽ 21ാമത്തെ പദം നമുക്ക് കിട്ടും 140, 21ാമത്തെ പദം 130 കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 11ാമത്തെ പദം കിട്ടി, 21ാമത്തെ പദം കിട്ടി. നന്നായിട്ട് ശ്രദ്ധിക്കണേ, 11ാമത്തെ പദം കിട്ടി, 21ാമത്തെ പദം കിട്ടി. ഇനി വേണ്ട, ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്?
10 തന്നിട്ടുണ്ട്. ഇനി 21ാമത്തെ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ടേം 10 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് ചെയ്താൽ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് അടുത്ത ഇമ്പോർട്ടൻസ് ആണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 2 ടേമുകൾ അറിയാമെങ്കിൽ നമുക്കറിയാം 11ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? 11ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കുമ്പോൾ 70 - 10 അല്ലേ? 11 1ാമത്തെ പദം കുറച്ച് നമ്മൾ പറഞ്ഞു അത് ഡിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 10D ആയിരിക്കും. 60 കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. 11ാം പദത്തിൽ നിന്ന് 1ാമത് കുറയ്ക്കുമ്പോൾ 70 10 തന്നെ കുറയ്ക്കണേ. 10 70 കുറയ്ക്കരുത്. അപ്പോൾ D = 6 എന്ന് കിട്ടും. അപ്പോൾ 1ാമത്തെ പദം 10, 2ാമത്തെ പദം 16, 3ാമത്തെ 22, 28 എക്സെട്ര. നല്ല രസമുള്ള അടിപൊളി ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ചോദ്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കാണുന്ന സമാന്തര ആദ്യത്തെ 11 പദങ്ങളുടെ തുക. ആദ്യത്തെ 11 മക്കളെ. അപ്പോൾ നമ്മൾ നേരത്തെ 20ന്റെ പറഞ്ഞപ്പോൾ ജോഡി വെച്ച് എഴുതി. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അവിടെ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്യാണ്. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ഒരു മിഡിൽ ടേം ഉണ്ടാവും. 11നോട് 1 കൂട്ടുക 12, അതിൻ്റെ പകുതി. 6ാമത്തെ ടേം എപ്പോഴും മിഡിലായിരിക്കും. 11 പദമാണെങ്കിൽ 6ാമത്തത്, 13 പദമാണെങ്കിൽ 13നോട് 1 കൂട്ടുക 14, 7ാമത്തത് മിഡിൽ ടേം ആയിരിക്കും. പിന്നെ ആൻസർ ഇത്രേ ഉള്ളൂ. നടുവത്തെ പദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. ആകെ പദങ്ങളുടെ എണ്ണം 11 ആണ്. 11 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 11 പദങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ 6ാമത്തെ പദത്തിൻ്റെ കണ്ടുപിടിച്ച എത്ര എന്ത് കിട്ടുക? ഇതിൻ്റെ 6ാമത്തെ പദം 10, 16, 22, 28, 34, 40 അല്ലേ? 1 2 3 4 5 6 10, 16, 22, 28, 34, 6, 40. സോ 40 × 11 440. ഓക്കെ, ഇപ്പം അത്ര ഐഡിയ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പവർഫുൾ ആണ്. മക്കളെ അടുത്തൊരു ചോദ്യം നോക്കിയേ. 20, 25, 30 എന്ന സമാസിയുടെ 11 പദങ്ങളുടെ തുക. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതേ ഐഡിയ യൂസ് ചെയ്യാം. 11 പദങ്ങളുടെ തുക പറഞ്ഞാൽ x6 × 11. ഇതിൻ്റെ 6ാമത്തെ പദം എത്രയ്ക്കും? 20, 25, 30. അടുത്ത 35, 40, 45. ഈസി ആയിട്ട് കിട്ടി. 45 × 11 ചെയ്താൽ മതി. ഈ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ളത്. സോ ഈ സെയിം ടോപ്പിക് എന്നാൽ ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ചാൽ മറ്റൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചു. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. ഇതേ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക 440. മക്കളെ ഞാൻ പറഞ്ഞു ആദ്യത്തെ എണ്ണസംഖ്യ ആണെങ്കിൽ അവിടെ എന്താ ആദ്യത്തെ ഓഡ് നമ്പർ, ആദ്യത്തെ അല്ല ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ഒരു മിഡിൽ ടേം ഉണ്ടാവും, മധ്യപദം. അപ്പോൾ ഇതിനോട് 1 കൂട്ടിയാൽ 8, 8ന്റെ പകുതി 4, 4ാമത്തെ പദം മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച അതേ കാര്യം തിരിച്ചു വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തുക ബൈ എണ്ണം. തുക ബൈ എണ്ണം ദാറ്റ് ഈസ് ഈക്വൽ ടു 20. തുക ബൈ എണ്ണം ഈക്വൽ ടു 20. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 11നോട് 1 കൂടിയാൽ 12, അതിൻ്റെ പകുതി 6ാമത്തെ പദം. തുക ബൈ എണ്ണം അപ്പോൾ ഇതോട്ടും 40 കിട്ടും. കണ്ടോ? അപ്പോൾ സെയിം ടോപ്പിക്ക് തിരിച്ചു വെച്ച് കണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നടുവിലെ പദം കാണാൻ എന്ത് ചെയ്താൽ മതി? സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. തുക ബൈ എണ്ണം ചെയ്താൽ നടുവത്തെ ടേം കിട്ടും. അപ്പം ഞാനിവിടെ നടുവത്തെ പദം ഏതാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ കാണുന്ന ചോദ്യം തന്നെ ചോദിച്ചത്? 4ാമതും 6ാമതും തന്നെ ചോദിക്കാനുള്ള റീസൺ എന്താ? കാരണം നടുവത്തെ പദമാണ്, വേറൊന്നും ചോദിക്കില്ല. ചിലപ്പോൾ ഇതേ ടോപ്പിക്കിന് ഇത് രണ്ടും നിങ്ങളോട് ചോദിക്കാതെ എന്ത് ചോദിക്കുന്ന അറിയോ? ഈ രണ്ടും നിങ്ങളോട് ചോദിക്കില്ല, പകരം എന്ത് ചോദിക്കും? ആ രണ്ടും ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങളോട് എന്താ ചോദിക്കാറോ? അപ്പോൾ ഇതിൻ്റെ x3 + x 5 എത്രയാണെന്ന് ചോദിക്കും. ഈ കാണുന്ന സമാന്തരശയുടെ 3ാമതോ 5ാമതോ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും ചോദിക്കും. ഇത് ചോദിക്കില്ല. ഈ കാണുന്ന ഹിൻഡ് നമുക്ക് ഇതേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, വേറൊന്നും കണ്ടുപിടിക്കാനില്ല. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കുക ആദ്യം. നമുക്കറിയാം ഇത് 20 ആണ്. അപ്പോൾ x4 പറഞ്ഞാൽ 20 ആണെങ്കിൽ x4നോട് x4 കൂട്ടിയാൽ എത്രയാണ്? 20 ആണ്, 40 ആണ് അല്ലേ? x4നോട് x4 കൂട്ടുമ്പോൾ 40 കിട്ടും. നോക്കൂ, 4 + 4 8, 3 + 5 8. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ 40 വരുന്നത്. ഐഡിയ മനസ്സിലാവും. ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുക ചിലപ്പോൾ എത്ര? x1 + x 11 എത്ര ആയിരിക്കും ചോദിക്കാം. കാരണം x6 + x6 80. കണ്ടോ? അതിൻ്റെ A+ ലെവൽ അങ്ങനെ വരാം. അത് വെറുതെ വന്നിട്ടില്ല, ഞാൻ തന്നെ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, പിന്നെ ആൻസർ എത്രയായിരിക്കും? x3 + 5 2 × 20. ഇനി അടുത്ത് x1 + x 11 2 × 40. ഈ ഒരു ഐഡിയ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്, വാട്ട് ഈസ് എ ഫസ്റ്റ് ടേം, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 പദങ്ങൾ അറിയാമെങ്കിൽ നമുക്കറിയാം ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 6 നിന്ന് 4 വർക്ക്. x6 - x4 = 40 - 20. x6 - 2d = 20, d = 10 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം നിങ്ങൾ കണ്ടുപിടിക്കുക. 4ാമത്തെ പദത്തിൽ നിന്ന് 3d കുറച്ചാൽ, 4ാമത്തെ പദത്തിൽ നിന്ന് 3d കുറച്ചാൽ എന്ത് കിട്ടും? 1ാമത്തെ പദം കിട്ടും. ഓക്കെ, സോ അത് വെച്ചിട്ട് -10 എന്ന് കിട്ടും. -10 നിങ്ങൾ വെച്ചിട്ട് ആൻസർ ചെയ്യാം.
ഓക്കെ, നിങ്ങൾക്ക് വിട്ടു കേട്ടോ. ഇനി ഒരു കിഡിലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് പക്ക A+ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെന്നില്ല, ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനിയും അടിപൊളിയായിട്ടുള്ള ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് ക്ലാസ് കാണുക. ഇന്ന് നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ ടൈമിന് വരെ ഇത് കാണാം കേട്ടോ. അത്രയും അടിപൊളിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ ഓണം എക്സാമായിട്ട് ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് നിങ്ങൾ ഓണത്തിന് തന്നെ കാണാൻ നിർബന്ധമില്ല, ക്രിസ്മസിന് കാണാം, പബ്ലിക്കിനൊക്കെ കാണാം. ഇന്ന് 7:15 നിങ്ങൾക്കൊരു പബ്ലിക് ലൈവ് പോകുന്നുണ്ട്. എല്ലാവരും സൈലം SSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവട്ടെ, അടിപൊളിയാക്കുക. വിഷു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് അറിയാത്ത ആൾക്ക് ഞാൻ ഓർപ്പിക്കുകയാണ്, ഷാഹിദ് റംസാൻ എന്നാണ്. താഴെ പോകുന്ന ബാച്ചിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അസ്ത്ര 3.0 ബാച്ചാണ്. 10% ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, നഷ്ടപ്പെടുത്തേണ്ട. പിന്നീട് ആ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. വിഷു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.